മരിച്ചുപോയ സിനിമാ നടനായിട്ടുള്ള ജിഷ്ണുവിൻ്റെ മാതാപിതാക്കൾ എഴുതിയ ഒരു കുറിപ്പെന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് വായിക്കാനിടയായി. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പല്ല് മൂർച്ചയായിരുന്ന സമയത്ത് പല്ല് തട്ടി നാവിൽ മുറിവുണ്ടായാൽ അത് ക്യാൻസറിന് ഇടയാകാം എന്നുള്ള രീതിയിൽ ആ ഒരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു. ഇങ്ങനെ ധാരാളം ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ പല്ല് മുറിഞ്ഞ് നാവിൽ ക്യാൻസർ ഉണ്ടായി എന്നുള്ള രീതിയിൽ ചില ഡോക്ടേഴ്സ് ഉൾപ്പെടെ അങ്ങനെ മെൻഷൻ ചെയ്യുന്നതായിട്ട് കണ്ടു. അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഈ പല്ല് കൊണ്ട് നാവിൽ മുറിവുണ്ടായാൽ ഒരു കാരണവശാലും ക്യാൻസർ ഉണ്ടാകില്ല. ഇതിന് പകരം ക്യാൻസർ ഉണ്ടാകാനുള്ള പ്രധാന കാരണം പുകയില ഉൽപ്പന്നങ്ങൾ സ്ഥിരമായി ചെയ്യുന്നത്. അത് നമുക്ക് ചവയ്ക്കുന്നതാവാം അല്ലെങ്കിൽ വലിക്കുന്നതാവാം. അതുകൂടാതെ നമ്മൾ നല്ലോണം കഴുകാതിരിക്കുന്നു, പ്രോപ്പറായിട്ട് ഹൈജീൻ കീപ്പ് ചെയ്യുന്നില്ല, വർഷങ്ങളോളം നമ്മൾ വളരെ മോശമായിട്ടുള്ള ഒരു ഹൈജീനാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അത് ക്യാൻസറിന് ഒരു കാരണമാണ്. അതുപോലെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ട്, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ വൈറ്റമിനും മിനറലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നമ്മൾ വായിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള ഒരു ട്രിഗറാണ്. അത് കൂടാതെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പോലുള്ള ഇൻഫെക്ഷൻ റിപ്പീറ്റായിട്ട് നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും വായിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ മുറിവുണ്ടായതിനു ശേഷം 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഉണങ്ങുന്നില്ലെങ്കിൽ അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നാവിൽ എന്തെങ്കിലും ഒരു വീക്കം ഉണ്ടാകുന്നു, അത് വേദന ഇല്ലെങ്കിൽ പോലും അത് തടിച്ച് കഴിഞ്ഞ് നല്ല വീക്കം ഉണ്ടാകുന്നു, അതും ഒരാഴ്ചക്കുള്ളിൽ 2 ആഴ്ചക്കുള്ളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കാണണം. നാവിൻ്റെ സൈഡിൽ വെള്ള കളറിൽ ഇങ്ങനെ പാണ്ടുപോലെ കാണുക, ചുമന്ന കളറിൽ പാണ്ടുപോലെ കാണുക, ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിലും കൂടുതൽ ദിവസം നിൽക്കുന്നുണ്ട് ഉറപ്പായിട്ടും ഡോക്ടറിനെ കാണുക. നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് വലിയ പ്രോബ്ലം ഇല്ലാതെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വൈകി എന്നുള്ള രീതിയിലും ആ പോസ്റ്റിൽ കണ്ടു. അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. മറ്റുള്ളവർക്കായി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.